പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വം നൽകിയ പുതുയുഗ യാത്ര ഈ കഴിഞ്ഞ ദിവസം പുത്തരിക്കണ്ടത്ത് സമാപിച്ചു. സമാപന യോഗത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി പങ്കെടുത്തു. ജനനിബിഡമായ ഒരു യോഗത്തിൽ അദ്ദേഹം ദീർഘനേരം പ്രസംഗിച്ചു. കുറേ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം തിരിച്ചുപോയത്. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പുതുയുഗ യാത്രയുടെ ബാക്കി പത്രം എന്ത്, പുതുയുഗ യാത്ര കൊണ്ട് എന്താണ് നേടിയത്, വല്ലതും നേടിയോ, എന്താണ് പുതുയുഗ യാത്ര കൊണ്ട് യു ഡി എഫിന് എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാലോ, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുന്നണികൾ ജാഥകൾ സംഘടിപ്പിക്കാറുണ്ട്. അതൊരു പുതിയ കാര്യമല്ല. കേരളത്തിൽ ഉമ്മൻചാണ്ടി ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്, പിണറായി വിജയൻ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്, രമേശ് ചെന്നിത്തല ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ സതീശനും ജാഥ സംഘടിപ്പിച്ചു, AK ആൻ്റണി ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുന്നണികൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ജാഥ സംഘടിപ്പിക്കുന്നത് ഒരു പൊതു രീതിയാണ് കേരളത്തിൽ. അത് ചില തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കുക, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തങ്ങളുടെ പ്രവർത്തകരെ കൂടുതൽ സജീവമാക്കുക, തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ പുറകിൽ പ്രവർത്തകരെ മാത്രമല്ല ജനങ്ങളെയും ഒന്ന് പോളറൈസ് ചെയ്യിപ്പിക്കുക, ഒന്ന് അണിനിരത്തുക. ഇതൊക്കെയാണ് ഈ ജാഥ നടത്തുന്ന മുന്നണികളുടെ ലക്ഷ്യം. ഇവിടെ ഇപ്പോൾ 2 മുന്നണികളും ജാഥ നടത്തിയിരുന്നു. ആ ജാഥകളെ താരതമ്യം ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അത് ചെയ്ത സമയം എന്ന് പറയുന്നത്, ചെയ്യുന്ന സമയത്ത് യു ഡി എഫിൻ്റെ ജാഥ ഏതാണ്ട് അവസാനിച്ചിരുന്നു, LDF ജാഥ ഏതാണ്ട് അവസാനിച്ചിരുന്നു, UDF ജാഥ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ UDF ജാഥയും അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ 2 പേര് നടത്തിയ ജാഥയും അവസാനിച്ചിരിക്കുന്നു. NDA BJP നേതൃത്വത്തിലുള്ള NDA ജാഥ നടത്തിയതായി അറിവില്ല. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് UDF നേതൃത്വത്തിലുള്ള പുതുയുഗ യാത്ര, ആ യാത്ര കൊണ്ട് എന്തു നേടി എന്ന് ഒന്ന് വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞു, കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർ ഇതിനു മുമ്പ് ജാഥ നടത്തിയിട്ടുണ്ട്. ആ ജാഥകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ ജാഥകളിൽ വെച്ച് UDF നേതാക്കന്മാർ നടത്തിയ ആ ജാഥയിലൂടെയൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ, അതുപോലെയോ അതിൽ കൂടുതലോ പുതുയുഗ യാത്രയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. എൻ്റെ അഭിപ്രായത്തിൽ ആ ജാഥകളിലേക്കാളൊക്കെ ജനപങ്കാളിത്തമുണ്ടായ ഒരു ജാഥയായിരുന്നു പുതുയുഗ യാത്ര എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ ആൻ്റണിയോ അല്ലെങ്കിൽ ചെന്നിത്തലയോ ഒക്കെ ഇതിനു മുമ്പ് നടത്തിയ ജാഥകളെക്കാൾ ജാഥകളിൽ പങ്കെടുത്ത ജനങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഈ ജാഥയിൽ കൂടുതൽ ജനങ്ങൾ പങ്കെടുത്തു എന്നുള്ളത് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. അതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. എന്നാൽ ആ ജാഥയിലൊക്കെ പങ്കെടുത്ത നേതാക്കന്മാരുണ്ടാക്കിയ ഒരു പ്രതിഫലനം ഈ ജാഥയുടെ നേതാവായിരുന്ന വി ഡി സതീശൻ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ പിന്നെ ഉണ്ടാക്കിയില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ജാഥയാണ്. സ്വാഭാവികമായും ആ ജാഥ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് വിവാദ വിഷയങ്ങൾ ഭരണകൂടത്തിനെതിരായി ഉന്നയിക്കാൻ പറ്റുന്നത് ഉണ്ടായിക്കൊണ്ടിരുന്നു ആ ജാഥകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ. പക്ഷെ അതൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ആ ജാഥയ്ക്ക്, UDF ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വി ഡി സതീശന് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ മറുപടി. യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ഈ UDF ജാഥയുടെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ വിഷയങ്ങൾ എടുത്ത് ഉന്നയിക്കും. അത് കേരളത്തിൽ വലിയ ചർച്ചയാവും, അത് കേരളത്തിൽ വലിയ മാധ്യമ ശ്രദ്ധ നേടും. ഇതൊക്കെയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് ഉണ്ടായില്ല എന്നതാണ് ഒരു വസ്തുത. പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനങ്ങളും പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണെങ്കിലും ആ ജാഥയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളുമൊക്കെ ആ ജാഥയുടെ ഇടയിൽ ഏറ്റെടുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും.
പക്ഷേ ഈ ജാഥ വ്യത്യസ്തമായിട്ടുള്ളൊരു ജാഥയായിരുന്നു. ഈ ജാഥ യഥാർത്ഥത്തിൽ എണ്ണം പറഞ്ഞൊരു ജാഥ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ജാഥ ഒരു എണ്ണം പറഞ്ഞ ജാഥയായി മാറിയത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ ജാഥയെ ഒരു വ്യത്യസ്തമായൊരു ജാഥയാക്കി മാറ്റിയത് ആ ജാഥയിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ ഇടപെടൽ കൊണ്ടോ അവരുന്നയിച്ച വിഷയങ്ങൾ കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ജനങ്ങളാണ് ഈ ജാഥയെ ഒരു വലിയ മഹാസംഭവമാക്കി മാറ്റിയത് എന്ന് എനിക്ക് സൂചിപ്പിക്കാം. ഈ ജാഥ അങ്ങ് വടക്കുന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് തുടങ്ങിയത് മുതൽ പുത്തരിക്കണ്ടത്ത് അവസാനിക്കുന്നത് വരെ ഈ ജാഥയെ ഒരുപക്ഷെ അവിസ്മരണീയമായൊരു ജാഥയാക്കി മാറ്റിയത് ആ ജാഥയിൽ വന്ന് പങ്കെടുത്ത പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, ജനങ്ങൾ, പബ്ലിക് അറ്റ് ലാർജ് എന്ന് പറയും. പബ്ലിക് അറ്റ് ലാർജിൻ്റെ ഒരു പങ്കാളിത്തമാണ് ഈ ജാഥയെ വ്യത്യസ്തമാക്കി മാറ്റിയത്. ആ പബ്ലിക്ക്, ആ ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർക്ക് മുകളിൽ, പ്രതിപക്ഷ പ്രവർത്തകർക്ക് മുകളിൽ ജനങ്ങൾ വന്ന് ഈ ജാഥയുമായി എല്ലാ ദിവസവും ഇൻട്രാക്ട് ചെയ്തു, സംവദിച്ചു. അത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു 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 ഇനിഷ്യേറ്റീവ് ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ജനങ്ങൾ ആരുടെയും ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ നേതാക്കന്മാരെ കാണാനോ ഒന്നും വന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ കേരളത്തിലെ ഭരണകൂടത്തിനെതിരായി നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളികളാകണം എന്നുള്ള ഒരു ആവേശത്തോടുകൂടി, ഒരു ഇച്ഛാശക്തിയോടുകൂടി ഈ ജാഥയിൽ എല്ലാ ദിവസവും വന്ന് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് മുകളിൽ പൊതുജനം വന്ന് പങ്കെടുത്തു. സുഹൃത്തുക്കളെ, അതാണ് ഈ ജാഥയെ വ്യത്യസ്തമാക്കിയത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അത് യഥാർത്ഥത്തിൽ തെക്കൻ കേരളവും വടക്കൻ കേരളവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ആവേശം കൂടുതൽ വടക്കൻ കേരളത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളത്തിലായിരുന്നു. തെക്കൻ കേരളത്തിൽ അതില്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വടക്കൻ കേരളത്തിൽ അത് വളരെ 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 പ്രകടമായിരുന്നു. ആ ഒരു തിരതള്ളൽ, ആ ഒരു ആവേശം, അത് താരതമ്യേന തെക്കുമുണ്ടായിരുന്നു. പക്ഷേ തെക്കിനേക്കാൾ വളരെ കൂടുതൽ വടക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ജാഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ആ ദൃശ്യങ്ങളിലൊക്കെ നമ്മളെ ആകർഷിക്കുന്ന ഘടകമെന്ന് പറയുന്നത് ആ ജാഥയിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ പ്രസംഗങ്ങളല്ല, ആ ജാഥയിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങളല്ല, മറിച്ച് ആ ജാഥയിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ ഒരു വികാര തള്ളിച്ച, ആ ജാഥയിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ ഒരു ആവേശം. ജനങ്ങളുടെ എന്ന് ഞാൻ പറയുമ്പോൾ ജനങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പാർട്ടി പ്രവർത്തകരെയല്ല. പാർട്ടി പ്രവർത്തകർ വലിയ തോതിലുണ്ടായിരുന്നു. പക്ഷേ അതിനുപരിയായി സാധാരണ കാണാത്തൊരു കാര്യമാണ് ജനങ്ങളുടെ പങ്കാളിത്തം ഇതുപോലുള്ള ജാഥകളിൽ. സാധാരണഗതിയിൽ ഇതുപോലെ ജാഥകൾ നടക്കുമ്പോൾ ആ ജാഥകളിലൊക്കെ ഏറിയ കൂറും പാർട്ടി പ്രവർത്തകരാണ് കൊടിയൊക്കെ പിടിച്ച് മുദ്രാവാക്യമൊക്കെ വിളിച്ച് തൊപ്പി. ഇവിടെ അതല്ല, സാധാരണ ജനങ്ങളുടെ ഒരു വലിയ തോതിലുള്ള പങ്കാളിത്തം നമുക്ക് ഈ ജാഥയിൽ കാണാൻ കഴിഞ്ഞു. അത് വടക്ക് മാത്രമല്ല, തെക്കൻ കേരളത്തിലും അതുണ്ടായിരുന്നു. തെക്കൻ കേരളത്തിലും ആ തള്ളിക്കയറ്റം ഉണ്ടായിരുന്നു ജനങ്ങളുടെ. ആ തള്ളിക്കയറ്റം ഇങ്ങ് തിരുവനന്തപുരം വരെ നമുക്ക് കാണാൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഈ പുതിയ യാത്രയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, LDFൻ്റെ ജാഥയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ പുതിയ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ഒഴിഞ്ഞ കസേരകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ണൂർ മുതൽ പുത്തരിക്കണ്ടം വരെ പുതുയുഗ യാത്രയുടെ ഏതെങ്കിലും ഒരു സമ്മേളന വേദിയിൽ ഒഴിഞ്ഞ കസേരകളെ അഭിസംബോധന ചെയ്യുന്നു നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൃശ്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരു സ്ഥലത്തും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ LDFൻ്റെ എന്തായിരുന്നു? പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രി വന്ന് പോയപ്പോൾ ഒഴിഞ്ഞ കസേര, LDFൻ്റെ നേതാക്കന്മാർ അഭിസംബോധന ചെയ്യുന്നു ഒഴിഞ്ഞ കസേരയെ നോക്കി എന്ന് പറഞ്ഞ് എന്തുമാത്രം ദൃശ്യങ്ങൾ വന്നു. പുതിയ യാത്രയുടെ അങ്ങനെ കഴിഞ്ഞോ? കണ്ടില്ല. അതേസമയം പുതിയ യാത്രയെ വ്യത്യസ്തമാക്കിയത് എന്താണ്? അതിലെ ജനങ്ങളുടെ പങ്കാളിത്തം, ജനങ്ങളുടെ ഒരു വികാരാവേശം, ജനങ്ങളുടെ ഒരു വികാര തള്ളിച്ച, അതാണ് നമുക്ക് പുതിയ യാത്രയിൽ കാണാൻ കഴിഞ്ഞ വ്യത്യസ്തത. എന്താണത് സൂചിപ്പിക്കുന്നത്? എന്താ? ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരത്തിൻ്റെ വേലിയേറ്റമാണ് ആ ജാഥകളിൽ നമ്മൾ കാണാൻ കഴിയും. പഴയതിൽ നിന്നും വ്യത്യസ്തമായി പാർട്ടി അണികൾക്കൊപ്പം ജനങ്ങൾ വലിയ തോതിൽ ഈ ജാഥയോട് സംവദിക്കാൻ ഓരോ ദിവസവും സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു. അതാരും പറഞ്ഞിട്ട് എത്തിച്ചേർന്നൊന്നുമല്ല. പ്രചണ്ഡമായ പ്രചരണം വീട്ടിൽ കയറി UDF നടത്തിയിട്ടൊന്നും എത്തിച്ചേർന്നൊന്നുമല്ല. ജനങ്ങൾ സ്വന്തമായി തന്നെ ഈ ജാഥയുമായി താതാത്മ്യം പ്രാപിച്ചു. അങ്ങനെ അവർ
സ്വന്തമായി തന്നെ പിന്നെ ആ ജാഥയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുകയായിരുന്നു. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും നമുക്കതാണ് കാണാൻ കഴിയും. കാസർഗോഡ് മുതൽ പുത്തരിക്കണ്ടം വരെ ഈ പുതുയുഗ യാത്രയെ വ്യത്യസ്തമാക്കിയത് ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള ജനവികാരമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാ കേന്ദ്രങ്ങളിലും ജനങ്ങളുടെ തള്ളിക്കയറ്റം, അത് വടക്കാണെങ്കിലും തെക്കാണെങ്കിലും, വടക്കൊരൽപ്പം കൂടുതലായിരുന്നു എന്നേ ഉള്ളൂ. തെക്കൊന്നും സാധാരണഗതിയിൽ അങ്ങനെ ജനങ്ങൾ തെക്കൻ കേരളത്തിലൊന്നും യാതൊക്കൊന്നും ഇറങ്ങിപ്പോകുന്ന ജനങ്ങളല്ല തെക്കൻ കേരളത്തിലെ ജനങ്ങൾ. പക്ഷേ തെക്കൻ കേരളത്തിലും എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ജനങ്ങളുടെ ഒരു വികാര തള്ളിച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഈ ഗവൺമെൻറ്റിനോടുള്ള വെറുപ്പും അറപ്പും പ്രതിഷേധവും ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അടിത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഈ പിണറായി സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണത്തോടുള്ള അവരുടെ അതിശക്തമായിട്ടുള്ള വികാര ആവേശം പ്രകടിപ്പിക്കാനാണ് അവർ ഈ ജാഥയിലൂടെ ശ്രമിച്ചത്. അതായിരുന്നു ഈ ജാഥയിലെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലുമുള്ള ജനങ്ങളുടെ തള്ളിക്കയറ്റം. അതോടൊപ്പം തന്നെ ഈ ജാഥ കൊണ്ട് UDF നേടിയ വലിയൊരു UDF ഉണ്ടാക്കിയ മറ്റൊരു നേട്ടം എന്താ? അവരുടെ പ്രവർത്തകർ പരിപൂർണമായി സജീവമായി സജ്ജരായി എന്നുള്ളതാണ്. LDFിൻ്റെ പ്രവർത്തകരെ പോലല്ല UDFിൻ്റെ പ്രവർത്തകർ. LDF ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് അവരുടെ പ്രവർത്തകർ എപ്പോഴും സജ്ജമായിരിക്കും. എന്നാൽ UDF അങ്ങനെയല്ല. UDFിന് ദുർബലമായിട്ടുള്ളൊരു സംഘടനാ സംവിധാനമാണുള്ളത്. പക്ഷേ ഈ ജാഥ UDFിന് ഉണ്ടാക്കി കൊടുത്ത ഒരു അഡീഷണൽ നേട്ടം എന്ന് പറയുന്നത് അവരുടെ അണികൾ സുസജ്ജരായി, അവരുടെ അണികൾ സമരസജ്ജരായി, അവരുടെ അണികളിൽ ആവേശമുണ്ടായി. ആ ആവേശം ഉണ്ടാക്കാനും ഈ പുതുയുഗ യാത്ര സഹായിച്ചു. അത്തരത്തിൽ ഈ പുതുയുഗ യാത്ര വലിയൊരു വിജയമായിരുന്നു. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ജനങ്ങളുടെ ഒരു ആവേശ തള്ളിച്ച, ജനങ്ങളെ അത്തരത്തിലൊന്ന് ധ്രുവീകരിപ്പിക്കാൻ ഈ ജാഥയ്ക്ക് കഴിഞ്ഞു. 2, UDFിൻ്റെ പ്രവർത്തകരെ സമരസജ്ജരാക്കി, അവരെ ആവേശഭരിതരാക്കി രംഗത്തിറക്കാനും ഈ ജാഥയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു പുതുയുഗം സൃഷ്ടിക്കാൻ ഈ പുതുയുഗ യാത്രയ്ക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് നിസ്സംശയം പറയാം.